നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. താൻ എങ്ങും പോയിട്ടില്ലെന്ന് റാപ്പർ വേടൻ. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകില്ല. തന്റെ ഒറ്റ ജീവിതം ജനങ്ങളുടെ മുന്നിൽ ജീവിച്ചു തീർക്കാനാണ് വന്നിരിക്കുന്നതെന്നും വേടൻ പറഞ്ഞു. പത്തനംതിട്ട കോന്നിയിലെ പരിപാടിയിലാണ് ഈ പ്രതികരണം. ആൾക്കാർ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ്. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. ഞാൻ എൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വേടനെതിരായ കേസുകൾ, അതിന് പിന്നാലെ നടന്ന ജാമ്യം, മാത്രമല്ല മാസങ്ങൾക്കിപ്പുറമാണ് ഒരു പൊതുവേദിയിൽ ഈ രീതിയിൽ ഒരു ഷോ ചെയ്യാൻ വേടൻ എത്തുന്നത് എന്നുള്ളതും നമ്മൾക്ക് മനസ്സിലാവുന്നു. എന്താണ് എവിടെയായിരുന്നു ഈ ഷോ? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേടൻ സൂചിപ്പിച്ചു? പ്രജിൻ, നേരത്തെ വേടൻ ഒരു NDPS കേസിൽ അറസ്റ്റിലായിരുന്നു. പിന്നാലെ ഒരു പുരുപ്പല്ല് കേസിൽ വേടന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരുന്നു. അതിനുശേഷം വേടൻ തന്നെ ഈ പുതിയ പരിപാടികളിൽ നിന്നൊക്കെ പൊതുവെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും സജീവമായി വരുന്ന ഘട്ടത്തിലാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത്. അതോടുകൂടി വേടൻ പൂർണ്ണമായും ഒളിവിൽ പോയി എന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം. പിന്നീട് വേടൻ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചു. നാളെ ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ വേടൻ എത്തും എന്നുള്ള അറിയിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വേടന്റെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വേടൻ റാപ്പ് വേദിയിൽ വീണ്ടും സജീവമാകുന്നു. അവിടെ വെച്ചാണ് കോന്നിയിൽ നടന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. താൻ എങ്ങോട്ടും പോയിട്ടില്ല, താൻ എവിടെയോ പോയി എന്ന് ചിലർ കരുതുന്നുണ്ട്. പക്ഷെ താൻ എങ്ങോട്ടും പോയിട്ടില്ല, താൻ ഇവിടെ തന്നെ ഉണ്ട്. തന്റെ ജീവിതം നിങ്ങൾക്ക് മുൻപിൽ ജീവിച്ചു തീർക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും ഒളിക്കാൻ തനിക്കില്ല എന്ന ഒരു പ്രതികരണമാണ് വേടന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി ഹൈക്കോടതിയിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ വേടൻ ചില ഗുരുതരമായ കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു. തനിക്കെതിരെ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്, തനിക്കെതിരെയുള്ള കേസുകളൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായി വരുന്നതാണ്, കൂടുതൽ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേടൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ പൊതുവേദിയിൽ അല്ലെങ്കിൽ ഈ പരിപാടിയുടെ വേദിയിൽ നടത്തിയിട്ടുള്ള ഈ പ്രതികരണത്തിന്റെ കൂടുതൽ ഭാഗങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടി അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ ആകും. എന്തായാലും വേടൻ വീണ്ടും റാപ്പ് വേദിയിൽ സജീവമാകുന്നു. ഒപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി വേടൻ എവിടെയെന്ന ചോദ്യത്തിന് വേടൻ തന്നെ മറുപടി നൽകുന്നു. നാളെ വേടൻ ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനിരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു പ്രതികരണം എന്നും ശ്രദ്ധേയമാണ്. നാളെ രാവിലെ 10 മണിയോടുകൂടി എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ വേടൻ എത്തും. വൈകിട്ട് 5 വരെ ചോദ്യം ചെയ്യാൻ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. അറസ്റ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ടാലും അത് ജാമ്യത്തിൽ വിടണമെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് റാപ്പർ വേടനെതിരെ ജൂലൈ 31 തീയതി തൃക്കാക്കര പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തത്. പക്ഷേ പിന്നാലെ വേടനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷയെങ്കിലും വേടൻ ഒളിവിൽ പോയി. മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചു. ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതികരണം, ഒരു പരസ്യ പ്രതികരണം വന്നിരിക്കുന്നത്. വേടൻ നാളെ ഹാജരാകും പോലീസിന് മുൻപിൽ. പ്രജിത്ത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. നേപ്പാളിൽ യുവാക്കളുടെ വൻ പ്രതിഷേധം. സർക്കാരിന്റെ സമൂഹ മാധ്യമ നിരോധനത്തിനും രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കെതിരെയുമാണ് പ്രതിഷേധം. സമരക്കാർക്ക് നേരെയുള്ള പോലീസ് വെടിവെപ്പിൽ 19 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. പലയിടത്തും കർഫ്യൂ പ്രഖ്യാപിച്ചു. കാഠ്മണ്ഡുവിലെ മൈദിഘറിൽ രാവിലെ 9 മണി മുതലാണ് യുവാക്കളുടെ പ്രതിഷേധം ആരംഭിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിനടുത്തേക്കും പാർലമെന്റ് പരിസരത്തേക്കും പ്രതിഷേധക്കാർ നീങ്ങിയതോടെയാണ് പോലീസ് വെടിവെച്ചത്. തലയ്ക്ക് വെടിയേറ്റ് 10 പേർ ചികിത്സയിലാണ്. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് അടക്കമുള്ള 26 സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം. രാജ്യത്ത് പുതിയ നിയമപ്രകാരം സമൂഹ മാധ്യമങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തതിനാലാണ് നിരോധനമെന്ന് സർക്കാർ വാദം. ടിക്ടോക്ക് അടക്കം 5 സമൂഹ മാധ്യമങ്ങൾ നിയമം പാലിച്ചതിനാൽ നിരോധിച്ചിട്ടില്ല. സർക്കാർ നടപടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമെന്നാണ് യുവാക്കൾ പറയുന്നത്. രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കെതിരെയും പ്രതിഷേധം ശക്തമാണ്. സ്ഥിതിഗതി രൂക്ഷമായതിനെ തുടർന്ന് ന്യൂ ബനേശ്വറിൽ സൈന്യത്തെ വിന്യസിച്ചു. പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് പലയിടത്തും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24.
സമൂഹമാധ്യമ ആപ്പുകൾ നിരോധിച്ചതിനെതിരെ പ്രക്ഷോഭം ശക്തമായ നേപ്പാളിൽ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് രമേശ് ലേഖ് രാജി പ്രഖ്യാപിച്ചത്. നേപ്പാളുമായുള്ള അതിർത്തി മേഖലയിൽ ഇന്ത്യയും സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. പ്രക്ഷോഭത്തിൽ ഇതുവരെ 19 മരണം റിപ്പോർട്ട് ചെയ്തു. 300-ലേറെ പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധം നിയന്ത്രിക്കാൻ കാഠ്മണ്ഡുവിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. നിയന്ത്രണം മറികടന്ന പ്രതിഷേധക്കാർ പാർലമെന്റിന് സമീപത്തുള്ള നിയന്ത്രിത മേഖലകളിൽ പ്രവേശിച്ചു. പ്രക്ഷോഭം നേരിടാൻ നേപ്പാൾ തലസ്ഥാനത്ത് സൈന്യത്തെ വിന്യസിച്ചു. കൊല്ലം നിലമേലിൽ ബാങ്ക് കവർച്ച നടത്താൻ ശ്രമിച്ച മോഷ്ടാവ് പിടിയിൽ. നിലമേൽ സ്വദേശിയും നേവി ഉദ്യോഗസ്ഥനുമായിരുന്ന മുഹമ്മദ് സമീറാണ് പിടിയിലായത്. ചടയമംഗലം പോലീസാണ് പ്രതിയെ പിടികൂടിയത്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, മുൻ നേവി ഉദ്യോഗസ്ഥനായ ഒരാളാണ് ഇത്തരത്തിൽ മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെ പിടിയിലായത് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? എപ്പോഴാണ് ഇതുണ്ടായത്? പ്രജിൻ, ഇന്നലെ രാത്രിയിലാണ് നിലമേൽ IDFC ബാങ്കിന്റെ ബ്രാഞ്ചിൽ, ചടയമംഗലം ബ്രാഞ്ചിൽ നിലമേലിലുള്ള ബ്രാഞ്ചിൽ മോഷണം നടന്നത്. എന്നാൽ ഇവിടെ നിന്നും പണമൊന്നും തന്നെ മോഷണം പോയിരുന്നില്ല. പകരം ബാങ്കിന്റെ CCTV ദൃശ്യങ്ങളുടെ മറ്റ് ചില സംഭവങ്ങളുമൊക്കെയാണ് മോഷണം പോയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പക്ഷേ പോലീസിന് ഇയാൾ ഒരു നിലമേൽ സ്വദേശി നേവി ഉദ്യോഗസ്ഥനുമായിരുന്നു. ഇയാളെ നേവിയിൽ നിന്നും പുറത്താക്കിയതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇയാൾ ഏത് തരത്തിലാണ് പണമൊന്നും തന്നെ അപഹരിക്കാതെ ബാങ്കിലെ മറ്റു രേഖകളൊന്നും തന്നെ മോഷ്ടിക്കാതെ ഇയാൾ ഈ ബാങ്കിലെ ഈ CCTVയുടെ ചില ദൃശ്യങ്ങൾ, DVRകൾ മാത്രം മോഷ്ടിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. കാരണം ഇതിനു പിന്നിൽ ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള രീതികളാണോ എന്നുള്ളത് ഉൾപ്പെടെയാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും പോലീസ് പ്രതി ഇപ്പോൾ ചടയമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വിശദമായ അന്വേഷണമാണ് ചടയമംഗലം പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. വിശദമായി പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രജിൻ, സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ജെറുസലേമിലുണ്ടായ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കേറ്റു. 6 പേരുടെ നില ഗുരുതരമാണ്. വെടിയുതിർത്ത പലസ്തീൻകാരായ 2 അക്രമികളെ വധിച്ചതായി ഇസ്രായേൽ പോലീസ് അറിയിച്ചു. ഗസയിലെ ഇസ്രായേൽ നീക്കങ്ങളോടുള്ള സ്വാഭാവിക പ്രതികരണമാണ് അക്രമികളുടേതെന്നും അഭിനന്ദിക്കുന്നുവെന്നും ഹമാസ് പറഞ്ഞു. ജെറുസലേമിലെ ഈഗിൾ സ്ട്രീറ്റിലെ റാമോട്ട് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ ഇന്ന് രാവിലെ 10:15-ഓടെയാണ് 2 അക്രമികൾ വെടിവെപ്പ് നടത്തിയത്. ബസ്സുകൾക്കും ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്നവർക്കും നേരെയായിരുന്നു ആക്രമണം. 2 അക്രമികളും സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേലി പോലീസ് വ്യക്തമാക്കി. അക്രമികളിൽ നിന്നും വെടിയുണ്ടയും കത്തിയുമടക്കമുള്ള ആയുധങ്ങളും കണ്ടെത്തി. ഇസ്രായേലി സൈന്യം പ്രദേശത്ത് തെരച്ചിൽ നടത്തി വരികയാണ്. വെടിവയ്പ്പിനെ തുടർന്ന് അധിനിവേശ വെസ്റ്റ് ബാങ്കിലുള്ള റാമള്ളയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗിറും സംഭവസ്ഥലം സന്ദർശിച്ചു. അക്രമികൾ താമസിച്ചിരുന്ന ഗ്രാമങ്ങൾ സൈനികർ വളഞ്ഞിരിക്കുകയാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി. പല മുന്നണികളിൽ നിന്നുമുള്ള യുദ്ധമാണ് ഇസ്രായേൽ നേരിടുന്നതെന്നും പല ആക്രമണങ്ങളും പരാജയപ്പെടുത്താനായെങ്കിലും ഇന്നു രാവിലെ നടന്നത് തടയാനായില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അക്രമികളുടെ നടപടിയെ തങ്ങൾ അഭിനന്ദിക്കുന്നുവെന്ന് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗസയിലെ ഇസ്രായേൽ നീക്കങ്ങളോടുള്ള സ്വാഭാവിക പ്രതികരണമാണ് അക്രമികളുടേതെന്നും ഹമാസ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ദൃശ്യങ്ങൾ പുറത്തുവന്ന നാണക്കേടിന് പിന്നാലെ പീച്ചി സ്റ്റേഷനിലെ മർദ്ദനത്തിൽ SI ആയിരുന്ന PM രതീഷിനെതിരെ വേഗത്തിലുള്ള നടപടിക്ക് നിർദ്ദേശം. രതീഷ് കുറ്റക്കാരനെന്ന അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണമേഖല IG പരിശോധിച്ചു. കസ്റ്റഡി മർദ്ദന പരാതികളിൽ ഉന്നതർ സംരക്ഷിച്ചുവെന്ന ആരോപണം നേരിടുന്ന DYSP മധു ബാബുവിനെതിരെ തൊടുപുഴ സ്വദേശി തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. അടൂർ SI അനൂപ് ചന്ദ്രൻ സ്റ്റേഷനിൽ മർദ്ദിച്ചുവെന്ന പരാതിയുമായി വയോധികൻ രംഗത്തെത്തി. പീച്ചി സ്റ്റേഷനിലെ മർദ്ദനത്തിൽ SI ആയിരുന്ന PM രതീഷിനെതിരെ അടിയന്തര നടപടിക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണമേഖല IG പരിശോധിച്ചത്. രതീഷിന് അടുത്തയാഴ്ച കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളിൽ ആലപ്പുഴ DYSP മധു ബാബുവിനെ സംരക്ഷിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന വിവരങ്ങളും പുറത്തുവന്നു. പരാതികൾ നിലനിൽക്കെ മധു ബാബുവിന് SP ആയി സ്ഥാനം കയറ്റം നൽകാനും നീക്കം നടന്നു. മധു ബാബു സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനെന്ന മുൻ SP ഹരിശങ്കറിന്റെ റിപ്പോർട്ടും അവഗണിച്ചു. മധു ബാബുവിനെതിരെ പരാതിയുമായി തൊടുപുഴ സ്വദേശി മുരളീധരൻ രംഗത്തെത്തി. തൊടുപുഴ DYSP ആയിരിക്കെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. മുരളീധരനെ മധു ബാബു തെറി വിളിക്കുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെയും ശബ്ദരേഖയും പുറത്തായി. തെളിവുകൾ മുരളീധരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി.
അടൂർ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി വയോധികൻ രംഗത്തെത്തി. പല പ്രാവശ്യം കൈയോങ്ങി അടിക്കാൻ വരികയും പക്ഷേ അത് CCTV അവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കൊണ്ടോ എന്തോ അദ്ദേഹം അത് ചെയ്യാതെ എന്നെ തൊഴിക്കുകയായിരുന്നു. ഇടുക്കി തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കണ്ണടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉത്തരവ് നടപ്പായില്ല. 1 മാസത്തിനുള്ളിൽ നടപടിയെടുക്കണമെന്ന ഉത്തരവിൽ 5 മാസം കഴിഞ്ഞും നടപടി ഉണ്ടായില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. FP പോസ്റ്റുമായി കസ്റ്റഡി മർദ്ദനങ്ങളിൽ ആരോപണ വിധേയനായ DYSP MR മധുബാബു. തനിക്കെതിരായ വാർത്തകൾ ആസൂത്രിതമാണ്. വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഏമാൻ. റിട്ടയർമെന്റിന് ശേഷം ഏമാന് ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങുകയാണ് പറ്റിയ പണിയെന്നും FB പോസ്റ്റിൽ പരിഹാസം. സംസ്ഥാനത്തെ പോലീസ് മർദ്ദനങ്ങൾ ആയുധമാക്കി പ്രതിപക്ഷം. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കുന്നുവെന്നാണ് ആരോപണം. കസ്റ്റഡി മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ്. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് UDFന്റെ തീരുമാനം. പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് UDF നീക്കം. പോലീസ് അതിക്രമങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുവെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി പോലീസിന്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുകയാണ്. പാർട്ടി പോലീസിനെ പൂർണ്ണമായിട്ടും വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. സണ്ണി ജോസഫിന്റെ വിമർശനങ്ങൾക്ക് CPIM നേതാവ് MV ജയരാജന്റെ മറുപടി ഇങ്ങനെ. KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പഴയകാല ഓർമ്മയിൽ നിന്നായിരിക്കാം. ഉരുട്ടിക്കൊന്നയാളെ സംരക്ഷിച്ചതാണ് കോൺഗ്രസിന്റെ പഴയ ഭരണം. ഉദ്യോഗസ്ഥർക്കെതിരെ പെട്ടെന്ന് നടപടിയെടുക്കുക പ്രായോഗികമല്ലെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ പോവുകയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്, അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് പാലക്കാട് SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സുജിത് VSനെ മർദ്ദിച്ച CPO സന്ദീപിന്റെ കൊല്ലം ചവറയിലെ വീട്ടിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. 24 തിരുവനന്തപുരം. പോലീസിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും മർദ്ദന ആരോപണം. 5 വർഷം മുൻപ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന് മലപ്പുറം നിലമ്പൂർ സ്വദേശി ബൈജു ആൻഡ്രൂസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട ദുരനുഭവം ബൈജു 24-ലൂടെയാണ് തുറന്നു പറഞ്ഞത്. പൊതുപ്രവർത്തകനായ ബൈജു ആൻഡ്രൂസിന്റെ സുഹൃത്തിനെ മാനിനെ വെടിവെച്ച കേസിൽ 2020-ൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതേ കേസിൽ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ബൈജുവിനെ എന്തിന് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം പോലും അറിയിക്കാതെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് അദ്ദേഹം 24-നോട് പറഞ്ഞു. അവരുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ട് ഒരു കട്ടിലിനകത്തോട്ട് കൊണ്ട് എന്നെ കട്ടിലേക്ക് മറിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ തലക്കടിക്കുകയും എന്നെ വളകടിക്കുകയും കുനിച്ചു നിർത്തി എന്നെ എൻ്റെ മുതുകത്ത് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഒരു കിടന്ന ഒരു തടിക്കഷ്ണം ഉപയോഗിച്ചിട്ട് ഇവരെന്റെ തലയ്ക്ക് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മർദ്ദിച്ച 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെതിരെയും നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും ബൈജു പരാതി നൽകി. മർദ്ദിച്ചതിനെ തുടർന്ന് അന്ന് ബോധം പോയിരുന്നു. ശേഷം ഡോക്ടർ എത്തി മരുന്ന് നൽകി. കോടതിയിൽ പേടിച്ചിട്ടാണ് ഒന്നും പറയാത്തതെന്നും ബൈജു. ഒരു ജോലിക്കും പോകാൻ കഴിയാത്ത വിധം നിത്യരോഗിയായി മാറിയെന്നും അദ്ദേഹം വേദനയോടെ പറയുന്നു. വിപിൻ C വിജയൻ, 24 മലപ്പുറം. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിയിറക്കം. 400-ലേറെ പുലികളാണ് സ്വരാജ് റൗണ്ടിനെ വിറപ്പിച്ചത്. നിശ്ചല ദൃശ്യങ്ങളും പുലികളി ഉത്സവത്തിന് മിഴിവേകി. സീതാറാം മിൽ ദേശത്തിനാണ് 1-ാം സ്ഥാനം. നായ്ക്കനാൽ 2-ാം സ്ഥാനത്തെത്തി. വിയ്യൂരാണ് 3-ാം സ്ഥാനത്ത്. സ്വരാജ് റൗണ്ടിൽ പുലികളുടെ നിറഞ്ഞാട്ടം. ഒൻപത് ദേശങ്ങൾ, 400-ലേറെ പുലികൾ. ചുവടുവെപ്പിൽ അണമുറിയാത്ത ആവേശം. വെളിയന്നൂർ ദേശം കോർപ്പറേഷൻ റോഡ് വഴി സ്വരാജ് റൗണ്ടിലേക്ക് കയറി. മന്ത്രി K രാജൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പിന്നെ ഓരോ ദേശത്തിന്റെയും സംഘങ്ങളുടെയും കടന്നുവരവ് രാത്രി വരെ നീണ്ടു. പുലികളിൽ തന്നെ വൈവിധ്യത്തിന്റെ നിറവ് കാണാമായിരുന്നു.
നിശ്ചല ദൃശ്യങ്ങളായിരുന്നു മറ്റൊരു മികവ്. സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ നീക്കങ്ങൾ മുതൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവും പെഹൽഗാം ഭീകരാക്രമണവും വരെ പ്രമേയങ്ങളായി. ഒപ്പം ഭക്തിനിർഭരമായ ദൃശ്യങ്ങളും. വൻ ജനാവലിയാണ് പുലികളിക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയത്. ഇനി അടുത്ത 4-ാം ഓണനാളിലേക്കുള്ള കാത്തിരിപ്പിലാണ് തൃശൂർ നഗരത്തെ ദേശങ്ങൾ. തൃശൂർ. സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ CPIM പ്രതിഷേധം. EMSനെയും ജനപ്രതിനിധികളെയും അവഹേളിച്ചുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. നദ്വി പ്രസംഗിച്ച മടവൂരിലാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. വൃത്തികെട്ട രീതിയിലാണ് പണ്ഡിതവേഷം ധരിച്ച ചിലർ പ്രസംഗം നടത്തിയതെന്ന് CPIM ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അക്കീൽ അഹമ്മദ് പറഞ്ഞു. വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇത്തരം പണ്ഡിത വേഷം ധരിച്ച ചില നാറികൾ ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയത്. EMS പോലത്തെ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ, ലോകം കണ്ട കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ കുടുംബത്തെ പോലും അവഹേളിക്കാൻ ധൈര്യം കാണിച്ച ഇത്തരം നാറികളെ പേറി നടക്കുന്നവർ കൂടിയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ്. കുൽഗാമിലെ ഓപ്പറേഷൻ ഗുഡ്ഡാറിൽ 2 സൈനികർക്ക് വീരമൃത്യു. സുബേദാർ പർബത്ത് ഗൌർ, ലാൻസ് നായ് കെ നരേന്ദർ സിന്ധു എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ഏറ്റുമുട്ടലിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇരുവരുടെയും ധൈര്യവും സമർപ്പണവും പ്രചോദനമാണെന്നും ഓപ്പറേഷൻ ഗുഡ്ഡാർ തുടരുന്നുവെന്നും സൈന്യം അറിയിച്ചു. വയനാട് പെരിക്കല്ലൂരിൽ കോൺഗ്രസ് നേതാവ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാൻ KPCC. തങ്കച്ചൻ നൽകിയ പരാതിയിലാണ് പാർട്ടിയുടെ നടപടി. അതേസമയം നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തനെന്ന് തങ്കച്ചൻ പ്രതികരിച്ചു. കള്ളക്കേസിൽ പ്രതിയാക്കപ്പെട്ട് 17 ദിവസമാണ് തങ്കച്ചന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ എതിർചേരിയിൽപ്പെട്ടവർ തന്നെ കുടുക്കിയതാണ് എന്നാണ് തങ്കച്ചൻ പറയുന്നത്. ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ 6 പേർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തങ്കച്ചൻ KPCCക്ക് പരാതി നൽകി. വിഷയത്തിൽ സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം നടപടിയുണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ ഉറപ്പു നൽകിയതായി തങ്കച്ചൻ അറിയിച്ചു. നിന്നെ വീട്ടിൽ കടത്തി ഉറപ്പില്ല എന്ന് DCC സെക്രട്ടറി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് DCC പ്രസിഡന്റ് ഇരിപ്പുണ്ട്. പാർട്ടി തല അന്വേഷണവും പോലീസ് തല അന്വേഷണവും വരട്ടെ. പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇതിലെ കളകളെ പുറത്താക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തിടുക്കപ്പെട്ടാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ തൃപ്തനെന്ന് തങ്കച്ചൻ. പോലീസ് നേരത്തെ തന്നെ വിശദമായ അന്വേഷണം നടത്തേണ്ടതായിരുന്നു എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിരപരാധിത്വം ആവർത്തിച്ചു പറഞ്ഞു എങ്കിലും പോലീസ് അത് കേൾക്കാൻ തയ്യാറായില്ല. അതിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലീസ് അവിടെ പ്രകടിപ്പിച്ചില്ല. കള്ളക്കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 24 വയനാട്. കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. സൗത്ത് തൃപ്തി ലൈനിൽ താമസിക്കുന്ന പ്രിയ ശിവദാസിന്റെ ഫോണാണ് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തിയത്. പ്രിയ അപകടത്തിലാണെന്നും പണം വേണമെന്നും ആവശ്യപ്പെട്ട് സുഹൃത്തുക്കൾക്ക് സന്ദേശം പോവുകയായിരുന്നു. ഒരാൾ 45,000 രൂപയും 2 പേർ 2,000 രൂപയും വീതം തട്ടിപ്പ് സംഘം നൽകിയ ഗൂഗിൾ പേ നമ്പറിലേക്ക് കൈമാറി. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എത്ര ജാഗ്രത പുലർത്തിയാലും സൈബർ കൊള്ളക്കാരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചിയിൽ സൈബർ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് വെർച്വൽ അറസ്റ്റും അതോടൊപ്പം OTP അയച്ചുള്ള തട്ടിപ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പനമ്പള്ളി നഗർ സ്വദേശിയായ പ്രിയ ശിവദാസിൻ്റെ പക്കൽ നിന്ന് ഫോൺ ഹാക്ക് ചെയ്ത് ഒരു തട്ടിപ്പിനുള്ള ശ്രമമാണ് നടത്തിയത്. അത് ഒരു വിചിത്രമായ തട്ടിപ്പാണ്. ഒരു പക്ഷേ ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു തട്ടിപ്പ് പുറത്തു വരുന്നത്. ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ട് കൊറിയർ കമ്പനിയുടെ പേരിൽ ഹാക്ക് ചെയ്തുകൊണ്ടാണ് ആ തട്ടിപ്പ് നടന്നത്. നമുക്കൊപ്പം പ്രിയ ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഒരു കൊറിയർ കമ്പനിയുടെ പേരിൽ കേട്ടുകേൾവിയില്ലാത്തൊരു തട്ടിപ്പാണ്. നേരത്തെ OTP ലിങ്കൊക്കെ കണ്ടത്, ഇത് വേറൊന്നാണ്. ആക്ച്വലി ഞാൻ ഫ്രാങ്ക്ഫില്ലിൽ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് 5-6 പ്രാവശ്യം ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ പറഞ്ഞു, പ്രിയ ശിവദാസ് അല്ലേ, ഞങ്ങൾ തൃപ്തി ലൈനിലുണ്ട്. തൃപ്തി ലൈനിലും പറഞ്ഞു ഞങ്ങൾക്ക് ഉള്ളിലുള്ള അഡ്രസ്സ് കിട്ടുന്നില്ല, മാം ഞങ്ങളുടെ കൊറിയർ ബോയ് അവിടെ ഉണ്ട്, അപ്പോൾ കൊറിയർ ബോയിനെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ നമ്പർ അയച്ചു തന്നു. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിനോട് വിളിക്കുകയോ ചോദിച്ചു.
ചോദിച്ചു. പക്ഷേ ഈ നമ്പർ ഞാൻ നോക്കിയപ്പോൾ നമ്പറിൻ്റെ മേലെ 2 സ്റ്റാർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് അയാൾ എന്നെ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു നമ്പറിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു അവരെ എടുക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു മാം ഇത് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, മാമിൻ്റെ ഫോണിൽ നിന്ന് ഈ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ കൊറിയർ ബോയ്ക്ക് ഓട്ടോമാറ്റിക് കോളും ലൊക്കേഷനും പോകുന്നത്. അപ്പം ഞാൻ ഈ ബ്ലൂ ഡാർട്ട് എന്നുള്ള ബ്രാൻഡ് നെയിം യൂസ് ചെയ്തപ്പോൾ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല, OTP അല്ലേ ഫ്രോഡിസം. അപ്പം ഞാനത് ഡയൽ ചെയ്തു. പിന്നെ ഞാൻ അറിഞ്ഞില്ല, ഹാക്ക് ആയതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ക്ലാസ്സിൽ നിന്ന് താഴെ പോയപ്പോൾ എൻ്റെ കൊളീഗ്സൊക്കെ ഓടി വന്നു, പ്രിയ 45,000 ചോദിച്ചോ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിൽ പോയി, അനിൽ സാറും എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഒരു 40 മിനിറ്റ്സിനുള്ളിൽ റിട്രീവ് ചെയ്തു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു കൊളീഗ് 45,000 ഡെപ്പോസിറ്റ് ചെയ്തു. എൻ്റെ 2 സ്റ്റുഡൻസ് 2,000 ഇട്ടു. അപ്പോൾ എൻ്റെ ക്ലോസ് കോൺടാക്ട്സിനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പൊതുവേ പൈസ വാങ്ങുന്ന ആൾക്കാരെ വിളിച്ച് അറിയിപ്പിച്ചു. പക്ഷേ എല്ലാവരെയും അറിയിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഇത്രയും അവർ എടുത്തു കഴിഞ്ഞു. ഈ സൈബർ കൊള്ളക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത സാഹചര്യമാണ്. OTPയും ലിങ്കും വാട്സാപ്പ് സ്റ്റാറ്റസും അല്ലെങ്കിൽ മറ്റ് പ്രക്രിയകളൊക്കെ മറികടന്ന് ഇപ്പോൾ വേറൊരു രീതിയിൽ ഈ നമ്പർ ഡയൽ ചെയ്താൽ, അവർ മറ്റേ ബ്ലൂ ഡാർട്ടിൻ്റെ പേരിൽ ഒരു നമ്പർ ഡയൽ ചെയ്താൽ ആ നമ്പറിൽ നിന്ന് ഫോൺ ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്നൊരു പുതിയ രീതിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് അവരുടെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ അവർ വലിയ ബുദ്ധിമുട്ടിലാണെന്ന് വിശ്വസിച്ച് ഈ തട്ടിപ്പുകാർ അയച്ചു കൊടുത്ത നമ്പറിലേക്ക് പൈസ അയച്ചു കൊടുത്ത് അങ്ങനെ 2-3 പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്തരം ആളുകളൊക്കെ വിളിക്കുകയാണെങ്കിൽ കൂടുതൽ കരുതലോടുകൂടി മാത്രം പെരുമാറുക. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24 റൗണ്ട് പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.